നമസ്കാരം. മോഹൻലാൽ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം പ്രഖ്യാപിച്ചു. തുടക്കം എന്ന വിസ്മയ മോഹൻലാലിനെ നായികയാക്കി ഒടുവിൽ തിയേറ്ററിൽ വൻ വിജയത്തിലേക്ക് എത്തിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി. അദ്ദേഹം അടുത്ത ചിത്രം മോഹൻലാലിനെ വെച്ചാണ്, അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണെന്നൊക്കെ കഴിഞ്ഞ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അത് സംബന്ധിച്ച പ്രഖ്യാപനം മോഹൻലാൽ ഫേസ്ബുക്കിൽ നടത്തുകയും അതിൻ്റെ വിശദാംശത്തിൽ ജൂഡ് ആന്റണി എന്താണ് സംഭവം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ചിത്രം ഉടനെ ചിത്രീകരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം തിരക്കഥയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ചിത്രീകരണത്തിലേക്ക് കടക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വരാൻ പോകുന്ന ഓണക്കാലത്ത്, ഇനി ഒരാഴ്ചത്തെ ഗ്യാപ്പേ ഓണത്തിനുള്ളൂ, ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ മോഹൻലാൽ ജൂഡ് ആന്റണി ചിത്രം, വരാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഒക്കെ മാറുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ജൂഡ് ആന്റണി ഒരു മോഹൻലാൽ ആരാധകന ഉള്ളിലുള്ള ആളാണെന്നും അത്തരത്തിലൊരു ചിത്രമായിരിക്കും, ഹീറോയിസ്റ്റിക്കായ ചിത്രമായിരിക്കും എടുക്കുക എന്നൊക്കെയാണ് ബാക്കിയാകുന്ന പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് ചൂട് കൂടും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അങ്ങനെ ഒരു വലിയ വാണിജ്യ വിജയങ്ങളുടെ സാധ്യതകൾ ഭൂതകാലത്തുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനും കഴിയും. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളില്ലാതെ വരാൻ പോകുന്ന ഒരു ഓണമാണ്. ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് മമിത ബൈജുവിൻ്റെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ ഏത് നായക നടനേക്കാളും പ്രാധാന്യം ഈ ഓണക്കാലത്ത്, ഓണം വരാൻ പോകുന്നു, അതിന് മുമ്പുള്ള സിനിമകളിലും ഇപ്പോഴുള്ള സിനിമകളിലും മമിത ബൈജുവിന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു കാലം കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഐ ആം ഗെയിം എന്ന ചിത്രം ഇല്ല, പലവിധ കാരണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഏതൊക്കെ സിനിമകൾ തിയേറ്ററുകളിൽ വരും, നിലവിലെ സ്ഥിതി എന്താണ്, ഈ ഓണാഘോഷം തിയേറ്ററിൽ എന്തായിരിക്കും എന്നാണ് പ്രാഥമികമായി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കാം. 3 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് വരും എന്ന് പ്രധാനമായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 2 സിനിമകൾ ഓണ ആഴ്ചയിൽ റിലീസ് ചെയ്യും. ഒഴിവാക്കപ്പെട്ടത് ഐ ആം ഗെയിം എന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ്. വലിയ പ്രതീക്ഷ ഉള്ള ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പങ്കാളിത്തത്തിൽ കൂടിയാണ് സിനിമ വരുന്നത്. മാത്രമല്ല, വലിയ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ സംരംഭവും വലിപ്പം കൂട്ടുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും, അപ്പം മലയാളത്തിലും ആയിക്കോട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം അത്ര വലിയൊരു ബിഗ് സംവിധാനവും സാധ്യതകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഐ ആം ഗെയിം ഈ ഓണക്കാലത്ത് ഇല്ല എന്നവർ പ്രഖ്യാപിച്ചു. ഓണത്തിന് ശേഷമാണ് റിലീസ് ഉണ്ടാവുക. അതിന് മറ്റ് വർക്കുകൾ ബാക്കിയുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും മാർക്കറ്റിലെ വലിയ മത്സരത്തിനിടയിൽ നിന്ന് മാറുന്നതായിരിക്കാം, ഒരു ക്ലാഷ് വേണ്ട എന്ന് വിചാരിച്ച് മാറുന്നതായിരിക്കാം എന്ന് ആണ് പലരും നിഗമനത്തിൽ എത്തുന്നത്. അത് നമുക്കറിയില്ല. പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ തന്നെ ഒരാളുടെ തന്നെ 2 സിനിമയൊക്കെ വന്ന ഓണക്കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാർക്കറ്റ് എന്നുള്ളത് കൊണ്ടുകൂടി അതിനൊരു പ്രാധാന്യം അവർ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ഓണത്തിന് വരുന്ന ഒരു സിനിമ ഖലീഫ ആണ്. പൃഥ്വിരാജ് നായകനായ, ഏറ്റവും ആദ്യം നേരത്തെ തന്നെ ഈ ഓണത്തിനും റിലീസ് പ്രഖ്യാപിച്ച ഒരു ചിത്രമാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ വരുന്നത്. ആ സിനിമയെ വലിയ കൗതുകത്തോടെ പൃഥ്വിരാജിൻ്റെ സിനിമ എന്നുള്ള നിലയിൽ കൂടി ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളുടെ പരാജയം, വിലായത്ത് ബുദ്ധയും ഏറ്റവും ഒടുവിൽ വന്ന ഐ നോബഡി എന്ന സിനിമയും ഏറ്റുവാങ്ങിയൊരു പരാജയമുണ്ട്, വാണിജ്യ പരാജയം. അതിൻ്റെ പേരിൽ അതിന് മുൻ അനുഭവങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് പൃഥ്വിരാജ് വലിയ വിദ്വേഷ പ്രചരണത്തിന് ഇടയാക്കിയ സാഹചര്യമുണ്ട്, അദ്ദേഹത്തിന് ഇരയാക്കിയ സാഹചര്യമുണ്ട്. എമ്പുരാൻ അതിൻ്റെ പീക്കിൽ കൊണ്ടു നിർത്തിയ ഒരു എമ്പുരാൻ എന്ന സിനിമ കൂടി അതിനെ വർദ്ധിപ്പിച്ചു. എല്ലാ കാലത്തും പൃഥ്വിരാജിന് അത്തരത്തിലൊരു വിധിയുണ്ട്. ഇത്തവണ എമ്പുരാൻ കൂടി വന്നതിൻ്റെ കൂടി ഒരു പ്രശ്നം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഖലീഫ വരുന്നത്. അതുകൊണ്ട് ഖലീഫയെ വലിയ ആകാംക്ഷയോടെ ഞാൻ നോക്കുന്നത്. കാരണം ഖലീഫയിൽ വൈശാഖിൻ്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വൈശാഖിൻ്റെ സിനിമ വിജയിച്ച വമ്പം വിജയമാകാൻ സാധ്യതയുണ്ട്. പൊട്ടിയാൽ 8 നിലയിൽ പൊട്ടാനുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നെഞ്ചിടിപ്പോട് കൂടിയാണ് ആ സിനിമയെ ഉറ്റുനോക്കാൻ കഴിയുക. സിനിമയുടെ ട്രെയിലറൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ ലെവൽ പീക്കാണ് എന്ന് നമുക്കറിയാം. ആ സിനിമയുടെ 1ാം ഭാഗം എന്നത് അതിനുശേഷമാണ് വരിക. അതിൽ മോഹൻലാലായിരിക്കും നായകൻ എന്നൊക്കെ അവർ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ നായകൻ്റെ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ കൊച്ചുമകൻ്റെ സിനിമയാണ്, കഥയാണ് ഇതിൽ പറയുന്നതെന്ന് ഖലീഫ എന്ന പറയുന്നതെന്നാണ് പറയുന്നത്. ആക്ഷൻ ക്രൈം ത്രില്ലറായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ജിനു വി എബ്രഹാമിൻ്റെ തിരക്കഥയാണ്. ഖലീഫ 20 വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തുക. ഓണത്തിൻ്റെ ആദ്യത്തെ റിലീസാണ്. പൃഥ്വിരാജാണ് നായകനെങ്കിലും മോഹൻലാലും ടൊവിനോ തോമസും സിനിമയിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മോഹൻലാലിൻ്റെ അഹമ്മദ് ഹാജി, മാമ്പറക്കൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ചരിത്രപരമായ ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് പശ്ചാത്തലമാക്കിയുള്ള ചിത്രത്തിൻ്റെ കഥാ പശ്ചാത്തലം ഇപ്പോൾ തന്നെ പുറത്ത് അറിഞ്ഞിട്ടുണ്ട്.
കാണിക്കുന്നുണ്ട് ട്രെയിലറിലൂടെ. അതുകൊണ്ട് തന്നെ വൈശാഖിൻ്റെ ചിത്രം, ഹീറോയിസം, അധോലോകം ഒക്കെ വരുന്നതിൻ്റെ ആകാംക്ഷ ആ സിനിമയിലുണ്ട്. ആ സിനിമ വിജയിക്കുമോ പൊട്ടുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. രസകരമായ ട്രെയിലറാണ് എന്നുള്ളത് ഒരു പ്രോമിസിംഗ് ആയ കാര്യമാണ്. ഇനി രണ്ടാമത്തേത് സിനിമ റിലീസ് ചെയ്യുന്ന സിനിമ നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ചിത്രമാണ്. അതിൻ്റെയും ട്രെയിലർ വലിയ രസകരമായ ആകാംക്ഷ സമ്മാനിക്കുന്ന ട്രെയിലറാണ്. നിവിൻ പോളിയും മമിത ബൈജു ഒന്നിക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററിൽ എത്തും. 21-ാം തീയതിയാണ് എത്തുക. തണ്ണീർമത്തന്തിനങ്ങളും പ്രേമലുവും ഒക്കെ എഴുതിയ, സംവിധാനം ചെയ്ത ഗിരീഷ് ഷേഡിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. കിരൺ ജോസിയും ഗിരീഷ് ഷേഡിയും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ. റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, ശ്രിന്ദ, മീനാക്ഷി രവീന്ദ്രൻ, ബിന്ദു പണിക്കർ, സുരേഷ് കൃഷ്ണ, ശ്യാം മോഹൻ, പ്രേമലുവിലെ ശ്യാം മോഹൻ അടക്കം അഭിനയിക്കുന്നുണ്ട്. ഗിരീഷ് ഷേഡിയുടെ കഥ നമുക്കറിയാം. വലിയ ആകാംക്ഷയ്ക്ക് അല്ലെങ്കിൽ കാത്തിരിപ്പിന് കോപ്പുള്ള സംവിധായകനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ നായികയാണ്. ആ നായികക്ക് ഈ ഓണക്കാലത്ത് പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് മമിത ബൈജു ആണ്. മമിതയുടെ ഒരു മറ്റ് പല മുന്നാഴ്ചകളിലെ ചില സിനിമകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചാണ്. ജനനായകനിൽ വിജയുടെ ഒപ്പം നായിക തുല്യമായ കഥാപാത്രമായിട്ട്, നായിക എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗത രീതിയിൽ പങ്കാളി എന്ന നിലയിലല്ല, ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, ആൺ കഥാപാത്രം വിജയും പെൺ കഥാപാത്രം മമിതയുമായിരുന്നു. അവരുടെ പെർഫോമൻസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു സിനിമയിൽ നിന്ന് ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നായകനായ വിശ്വനാഥൻ സൺ എന്ന സിനിമ, വെങ്കി അറ്റ്ലൂരിയുടെ ചിത്രത്തിലെ ഒരു ഗംഭീര കഥാപാത്രം, നായകൻ്റെ പ്രകടനത്തിന് മുകളിൽ കയറി നിൽക്കും വിധത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ച കഥാപാത്രം. തിയേറ്ററിൽ ഈ ഓണത്തിന് ഇതൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഈ മലയാള സിനിമയിലെ പ്രധാന കഥാപാത്രം, അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചാൽ, സാധാരണ നായികമാരങ്ങനെ ഒരു വമ്പൻ തരംഗമുണ്ടാവുന്ന രീതിയിൽ വരുന്നത് അപൂർവമായിട്ടേ ഉണ്ടാവാറുള്ളൂ. എന്തായാലും അവരുടെ ഈ വരവ് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നതും മലയാളിയെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി സാന്നിധ്യം ഈ സിനിമയ്ക്കും പ്രധാനമാണ്. അസാധാരണമായൊരു നായികയുടെ ഉയർച്ച ഇതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളത് ഗംഭീരമായൊരു അനുഭവമായിരിക്കും മലയാളിക്ക്. ഇത്രയാണ് ഈ രണ്ട് സിനിമകളാണ് മലയാള സിനിമയായിട്ട് വരുന്നത്. മറ്റൊന്ന് ഓണത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച ടോക്സിക് എന്ന് പറയുന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യാഷിനെ നായകനാക്കിയുള്ള സിനിമ. അത് വലിയ കാത്തിരിപ്പ് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ആ സിനിമയ്ക്കുണ്ട്. ആഗോളതലത്തിൽ തന്നെ 26-ാം തീയതിയാണ് തിയേറ്ററിൽ എത്തുക. തിയേറ്ററിൻ്റെ മറ്റ് ട്രെയിലറും അതിൻ്റെ തുടർ ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ യാഷ് അതിൻ്റെ ഇൻറ്റിമേറ്റ് സീനിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെക്കുറിച്ച് ആദ്യം അസ്വസ്ഥയായി എന്നും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ കൗതുകവും ഒക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കന്നഡയിൽ ചിത്രീകരിക്കുന്ന സിനിമ ദക്ഷിണേന്ത്യൻ ഭാഷകളിലൊക്കെ എത്തുന്നുണ്ട്. ബാംഗ്ലൂരിൽ നടന്ന ടീസറിൻ്റെ മറ്റ് വിശദാംശങ്ങളടക്കം പ്രസംഗങ്ങളടക്കം നമ്മൾ ബാൽക്കണിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. KGF ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. രാമായണം, അദ്ദേഹം രാവണൻ വേഷത്തിൽ യാഷ് വരാനിരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു യാത്രയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ്, ടോക്സിക് എന്നുള്ളതാണ് പ്രധാനം. അതേസമയം നിലവിൽ തിയേറ്ററിലുള്ള തുടക്കം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ഓണത്തിൽ തുടരും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കരുതാൻ കഴിയുന്നത്. വെങ്കി അറ്റ്ലൂരിയുടെ വിശ്വനാഥ് ആൻഡ് സൺസും തിയേറ്ററിൽ നിലനിൽക്കും. നിലവിലെ സാഹചര്യത്തിൽ അരുൺ മാത്തേശ്വരൻ സംവിധാനം ചെയ്ത DC ആണ് ഏറ്റവും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ചിത്രം. ഇന്നും ഞാൻ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോൾ പലയിടത്തും ഫുള്ളാണ് DC-യുടെ അനുഭവം. വീണ്ടും ആളുകൾ അതിൻ്റെ ഹീറോയിസം, അത് 18+ സിനിമയാണ്, വീണ്ടും ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയുടെ ഈ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. ഓണത്തിന് ഒരുപക്ഷെ അത് തിയേറ്ററിൽ നിലനിൽക്കാനാണ് സാധ്യത. എന്തായാലും മലയാളം, തമിഴ് ഒക്കെ അടങ്ങിയ സിനിമകളുടെ ഒരു വ്യത്യാസമില്ലാത്തൊരു സജീവമായ തിയേറ്റർ കാലമായിരിക്കും ഈ ഓണത്തിനുണ്ടാവുക. പുതിയതായി അടുത്ത ആഴ്ച വരുന്ന സിനിമകളെക്കുറിച്ചുള്ള ആകാംക്ഷകളും നിലനിർത്തുന്നത്, തുടരുന്നത് ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദി, നമസ്കാരം.